ഡ്രാഗൺ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് പ്രദീപ് രംഗനാഥനും അശ്വന്ത് മാരിമുത്തുവും ചേർന്നാണ്. തിരക്കഥ എഴുതിയിരിക്കുന്നത് അശ്വന്ത് മാരിമുത്തു, സംവിധാനം ചെയ്തിരിക്കുന്നത് അശ്വന്ത് മാരിമുത്തു. ഈ സിനിമയിൽ ഇടയ്ക്ക് പെട്ടെന്ന് പണക്കാരനാവണം ഒരുത്തനെ കാണിക്കും, അതാണ് അശ്വന്ത് മാരിമുത്തു. ഈ സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ പടത്തിൽ ഒരുപാട് ക്രിഞ്ച് സീനുകളുണ്ട്. ഈ പടത്തിൽ അതുപോലെ ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കറക്റ്റായിട്ട് ഇവിടെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് മറ്റത് വന്ന് വീഴും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളായിട്ട് ചെയ്തു വച്ചിരിക്കും പോലത്തെ ഫീലുണ്ട്. ഉദാഹരണത്തിന് ഒരു ന്യൂസ് വരുമ്പം പിന്നെ ഒട്ടനെ എല്ലാവരും കൂടി അവനെ വിളിച്ച് പറയില്ല ന്യൂസ് വന്നിട്ടുണ്ടെന്ന്, ആര് പ്രധാനമന്ത്രി, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയുന്നുണ്ട്, പ്രത്യേകിച്ച് പാട്ട് വരുന്ന സമയത്ത് പാട്ടൊക്കെ ഇത്തിരി ലെങ്ത് കൂടിയതുപോലെ തോന്നുന്നുണ്ട്. ഇത്രയും നെഗറ്റീവുകൾ എടുത്തിട്ട് തോട്ടിലങ്ങ് കളഞ്ഞേരെ. ഈ നെഗറ്റീവുകളുണ്ട്, ഇതൊന്നും മൈൻഡ് ചെയ്യണ്ട, ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുക, ചിരിക്കുക. ഒരു അന്യായ പടമാണ് എടുത്തു വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുപാട് സാധനമുണ്ട്. നമ്മളിപ്പം ഈ ഒരു 5 വർഷം മുമ്പേ വലിയ മറ്റേ കൊണയാണെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ അവിടെ ഇട്ടിരിക്കുന്ന ഫോട്ടോ നമ്മളിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അയ്യോ എന്തൊരു തോൽവി എന്ന് നമുക്ക് തന്നെ തോന്നൂലേ. അതുപോലെ നമ്മൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് കാണിച്ചു കൂട്ടിയ പരിപാടികളൊക്കെ ഇപ്പോഴാകുമ്പോൾ ആലോചിക്കുമ്പോൾ ഒരുപാട് ക്രിഞ്ച് അടിക്കുന്ന മൊമെൻറ്റ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മളെപ്പോലത്തെ വേറൊത്തിരി കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെപ്പേർപ്പെട്ട വാണമായിരുന്നു എന്നുള്ളത്. അങ്ങനത്തെ വിഷയങ്ങൾ കോളേജിൽ പഠിക്കാതെ അലമ്പിക്കൊണ്ട് നടന്ന സമയത്ത് കോളേജിൽ ഇത്തിരി അലമ്പൊക്കെ ആവണം, പിന്നെ ആ പ്രായത്തിൽ അലമ്പ, പക്ഷേ പഠിത്തം എന്നുള്ള സാധനം ഒരു സൈഡിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കണം, എന്നിട്ട് അലമ്പിക്കോ. അതല്ലാതെ വെറുതെ അലമ്പുപാത്രം നടന്നിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് ആലോചിക്കും പഠിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. നമ്മൾ എന്തൊക്കെ ഉടായ്പ വഴി എന്തൊക്കെ കിട്ടിയാലും നമ്മുടെ മനസമാധാനം എന്നൊരു സാധനം ഉണ്ടല്ലോ, നമ്മൾ വേറെത്തന്നെ തേച്ചിട്ടാണ് വന്നതെന്നുള്ള ഒരു കുറ്റബോധം കൊണ്ട് നടക്കുന്ന വിഷയം. ഇങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ, അത് സീരിയസ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളാണ്, അതെല്ലാം ഭയങ്കര കോമഡി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ചെയിൻ കണക്കിന് കോമഡി, തുടരെ ചിരിക്കാൻ വേണ്ടി ഈ പടത്തിൽ, അതും പൊട്ടിച്ചിരിക്കാൻ വേണ്ടി. അങ്ങനെയാണ് ഇതിലൊരു സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എവിടെ നിന്നാണ് യവന്മാർക്ക് ഈ കഥകളൊക്കെ കിട്ടുന്നത്? ഇത് നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ നോർമൽ കഥയായിട്ട് തോന്നും, പക്ഷേ അത് എടുത്തിരിക്കുന്ന വിധം, അതായത് ഇങ്ങനെ വാഴക്ക ഒരു വട്ടം എന്ന് പറയും പോലെ ഇങ്ങനെ കറങ്ങി ഇവിടെ എത്തി വീണ്ടും തിരിച്ചിവിടെ വരും. പ്രദീപ് രംഗനാഥ് അയാൾ ഈ മുടിയും വളർത്തിയിട്ട് ചില സമയം നിൽക്കുമ്പോൾ ഇത് ധനുഷ് തന്നെടേ, ധനുഷിൻ്റെ ഡിറ്റോ. കണ്ണാടിയിലൊക്കെ നോക്കണ സമയത്ത് കറക്റ്റ് ധനുഷിൻ്റെ എക്സ്പ്രഷൻ, മാനർസ് എല്ലാം അവനുണ്ട്. എന്നാൽ അത് ഓർഗാനിക്കലി ഫീൽ ചെയ്യണുണ്ട്. അവൻ മറ്റവൻ അനുകരിച്ച് നടക്കും പോലെ തോന്നില്ല, അവൻ്റെ ലുക്കും അപ്പിയറൻസ് അതുപോലെയാണ്. ഗംഭീര ആക്ടറാണ് കേട്ടോ. ഫസ്റ്റ് പടത്തിനെ അപേക്ഷിച്ച് കുറേ കൂടി നല്ല ബെറ്റർ ആയിട്ടുണ്ട്. ഇമോഷൻ വരുന്ന സമയത്ത്, കരഞ്ഞു വീഴുന്ന സമയത്ത് മറ്റേ അപസ്മാരം പിടിച്ചതുപോലെ ഇങ്ങനെ കണ്ണൊക്കെ തള്ളിയിട്ടുള്ള പരിപാടിയുണ്ട്, അതൊന്ന് ഒരു സെറ്റാക്കി എടുത്താൽ മതി. ബാക്കിയെല്ലാം സെറ്റാണ്. ഇയാളെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് സിനിമ ത്രൂ ഔട്ട് പോകുന്നത്. ഇയാളെ നമുക്ക് പലതും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇയാൾ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഒരു 2K കിഡ്സിന് വേണ്ടിയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് പറയും, സെക്കൻഡ് ഹാഫ് 90 കിഡ്സിന് വേണ്ടിയിട്ടും, ക്ലൈമാക്സ് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. +2 കാലം മുതലാണ് പടം ആരംഭിക്കുന്നത്. ഇവൻ്റെ ജീവിതത്തിലെ എല്ലാ ഡിസിഷനും വരുന്നത് ഇവ പെണ്ണുങ്ങൾ എന്ത് പറയണം എന്നുള്ളത് കേട്ടിട്ടാണ്. അതിനനുസരിച്ച് അവൻ്റെ ജീവിതം സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, അവൻ്റെ ലൈഫ് സ്റ്റൈലും അവൻ്റെ സ്വഭാവമൊക്കെ. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അത് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് പിന്നെ കോളേജിൽ പടം പോവുകയാണ്. പിന്നെ ജോലിക്ക് കയറണം. ഇതിനകത്ത് ഫാമിലി ഇമോഷൻസ് വരുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിങ് വരുന്നുണ്ട്, ലവ് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. ടാപ്പിനൊക്കെ പല പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ആ പെർസ്പെക്റ്റീവ്സിലൊക്കെ കൂടെ ചിന്തിക്കാം. കുറേ പേരൊക്കെ തേച്ചിട്ട് പോയതുകൊണ്ട് ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ മറ്റു രീതിയിൽ ചിന്തിക്കുക, പ്രാക്ടിക്കൽ പരിപാടികളൊക്കെ ഒന്ന് ചിന്തിപ്പിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. മിഷ്കിൻ, അതായത് ഡോൺ സിനിമയിൽ നമ്മുടെ SJ സൂര്യ ചെയ്തതുപോലത്തെ ഒരു ക്യാരക്ടറാണ് മിഷ്കിൻ. എന്നാൽ അത് ആ സാധനമല്ല, വേറൊരു ഫ്ലേവറാണ്. ഇയാൾ ഒരു രക്ഷയില്ലടേ, ഇയാൾ ജീവിക്കായിരുന്നു. മിഷ്കിൻ്റേതായിട്ടുള്ള കുറേ സാധനം ഈ പടത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ത്രൂ ഔട്ട് അങ്ങനെ വരുമ്പോൾ തന്നെ ഒരു എനർജിയാണ് സ്ക്രീനിൽ കാണുമ്പോൾ. പിന്നെ VJ സിദ്ധു, ഹർഷദ് ഖാൻ, അവന്മാർ രണ്ടും വ്ളോഗേഴ്സാണെന്ന് തോന്നുന്നു. VJ സിദ്ധു ഇയാളുടെ കൂട്ടുകാരനായിട്ടാണ് അഭിനയിക്കുന്നത്, നന്നായിട്ടുണ്ടായിരുന്നു. ഹർഷദ് ഖാൻ സെക്കൻഡ് ഹാഫിൽ കുട്ടി ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ഒരുത്തം വരും. എനിക്ക് ഉറപ്പാണ് ഇതൊരു 70% ആൾക്കാർ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഓവറാക്കി വളുപ്പാക്കി തള്ളുമായിരുന്നു. ഇവ വന്നതിന് ശേഷം പിന്നെ പ്രദീപ് രംഗനാഥനെ കവർ ചെയ്തിട്ടുള്ള പെർഫോമൻസാണ് ഇവൻ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ പയ്യൻ ഹർഷദ് ഖാൻ, അവന് നല്ല ഭാവിയുണ്ട്, അവൻ തകർത്തിട്ടുണ്ട്. അവൻ വരണ സീറ്റ് എല്ലാം കോമഡിയായിരുന്നു. കോമഡി എന്ന് പറഞ്ഞാൽ അന്യായ കോമഡി. അവിടെ നിന്ന് സെക്കൻഡ് ഹാഫ് തന്നെ തുടങ്ങി പിന്നെ പടപടയായ ട്വിസ്റ്റുകളാണ്. നമുക്ക് ഈ സിനിമക്ക് ഒരു ഇതെങ്ങോട്ടാണ് പോകണേ എന്നുള്ള ഒരു പിടുത്തം കിട്ടുമല്ലോ, അങ്ങനെ പിടുത്തം തന്നില്ല. അപ്പോൾ ഈ സീൻ കഴിഞ്ഞിട്ട് അടുത്ത സീൻ എന്തായിരിക്കും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഹാപ്പനിങ്സ് ആണ് സിനിമയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ, അത് പലതും ഫോഴ്സ്ഫുള്ളായിട്ട് ലോജിക്കൊന്നും യാതൊരു ഇതും ഇല്ലാത്ത രീതിയിലുള്ള കുറേ സീനുകളുണ്ട്. പക്ഷേ അവരുടെ സിനിമാറ്റിക് ലിബർട്ടി ആണെന്ന് വിചാരിച്ച് നമുക്ക് സിനിമയല്ലേ, ഇത് റിയൽ ലൈഫ് അല്ലല്ലോ, ഇത് റിയലിസ്റ്റിക് പടമൊന്നുമല്ല, ഇതൊരു കോമഡി എൻ്റർടൈനർ സിനിമയാണ്. അപ്പോൾ ആ രീതിയിൽ കണ്ടാൽ മതി. ക്ലൈമാക്സ് അത്യാവശ്യം ഇമോഷണലാണ്. സിനിമയുടെ ഈ കുറേ സീൻ വന്നപ്പോഴേക്കും ഇത് അവന്മാർ എന്ത് മെസ്സേജാണ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. അവസാനം വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ടാണ്, മെസ്സേജാണ് സിനിമ പാസ് ചെയ്ത് വന്നിരിക്കുന്നത്. അവിടെ തന്നെ നമ്മുടെ കൈതിയിലെ പോലീസുകാരുണ്ടല്ലോ, മിരിയം ജോർജ്, ഇയാൾ ഒരു കോമഡി പീസായിട്ടാണ് തുടക്കം മുതലിട്ടിരുന്നത്. പക്ഷേ ഒറ്റ ഡയലോഗുണ്ട് ഈ മനുഷ്യൻ ചെയ്ത് വെച്ചിട്ട്, ആ ഡയലോഗ്
ഒരു രക്ഷയില്ലാത്ത ഡയലോഗ്. ഭയങ്കര ഫീലായിരുന്നു ആ സീനൊക്കെ. അവസാനമൊക്കെ ഭയങ്കര ഇമോഷണലാണ് ഈ സിനിമ എന്ന് പറഞ്ഞാൽ. കരയിപ്പിച്ച് മെലോ ഡ്രാമ പരിപാടിയേ അല്ല. സിനിമയുടെ ഫ്ലോ അവിടെ നിൽപ്പുണ്ട്, പക്ഷേ നമുക്ക് കണ്ണ് നിറയുന്ന രീതിയിലുള്ള ഒരു ക്ലൈമാക്സ്. പിന്നെ അനുപമ പരമേശ്വരൻ കിടിലം പെർഫോമൻസ്, കിടിലം ക്യാരക്ടർ. എസ്പെഷ്യലി ഇവളുടെ ഒരു സെക്കൻഡ് എൻട്രി ഉണ്ട്, അതിനുശേഷം ഒരു രക്ഷയില്ല അവൾ. കയാ ദുലോഹർ, അതായത് 19ാം നൂറ്റാണ്ടിൽ നമ്മുടെ നങ്ങേലിയായിട്ട് വന്ന അവൾ നല്ല ക്യൂട്ടായിരുന്നു. പിന്നെ ഇന്ദുമതി മണികണ്ഠനാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയായിട്ട് വന്നിരിക്കുന്നത്. ആൾ ഞാൻ മറ്റേ മെയ്യഴകളിൽ ഇദ്ദേഹത്തിൻ്റെ അരവി സമരം പഴയ കാമുകി ഉണ്ടല്ലോ, പുള്ളിക്കാരിയാണ്, അടിപൊളിയായിരുന്നു. പിന്നെ ഗൗതം വാസുദേവനോനുണ്ട്, KS രവികുമാറുണ്ട്, ഇങ്ങനെ കുറച്ച് പേരുണ്ട്. ഈ പടത്തിൽ ഒരുപാട് റെഫറൻസുകൾ വരുന്നുണ്ട്, അതെല്ലാം കിടിലായിരുന്നു. യുവമാരെ തന്നെ സെൽഫ് ബുക്ക് പരിപാടികളുണ്ട്, അതും അടിപൊളിയായിരുന്നു. അതുപോലെ മലയാളത്തിന് ഭയങ്കര കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ സിനിമയിൽ. 2 പാട്ടുകൾ 2 സമയത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്, അത് 2 മലയാള സിനിമയിലെ സിറ്റുവേഷൻസ് പാട്ടുകൾ. അത് കണ്ടപ്പോൾ ഒരു ഗൂസ് ബംസ് തോന്നി. ടെക്നിക്കൽ സൈഡ് സെറ്റാണ്. ലിയോൺ ജെയിംസിൻ്റെ പാട്ടുകളൊന്നും എനിക്ക് കേട്ടപ്പോഴേക്കും സിനിമയിൽ കുറച്ച് വലിച്ചു പോയത് തോന്നിയെങ്കിലും മ്യൂസിക്കിൽ കുറേ വെറൈറ്റി പരിപാടികൾ പിടിച്ചിട്ടുണ്ട്, അത് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി കോളേജ് സമയത്തുള്ള ഒരു മ്യൂസിക് ഉണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ചാർജ് ആവും നമ്മൾ. ടൈലൻറ്റിൽ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കലക്കിയിട്ടുണ്ട്. എഡിറ്റർ പ്രദീപ് രാഘവ്, സിനിമാറ്റോഗ്രഫി നിക്കേത് തൊമ്മി, ഇവർ 2 പേരും എടുത്ത് പറയണം. ഗംഭീര കട്ട്സും ഗംഭീര സിനിമാറ്റോഗ്രഫി. വിക്കി ആൻഡ് ദിലീപ് സുബ്ബനായൻ്റെ നേതൃത്വത്തിലുള്ള സ്റ്റൺസും നന്നായിരുന്നു. എസ്പെഷ്യലി പഠിച്ചുകൊണ്ടിരുന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ഉണ്ട്, അതൊക്കെ പൊളിയായിരുന്നു. അവിടെ കോമഡി ഒരു സൈഡിൽ പോകുന്നുണ്ട്, ഫൈറ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഈ പഠിക്കുന്ന ആ ഒരു എലമെൻ്റ് ഇല്ലേ, അതും ഇതുവരെ കണക്ട് ചെയ്യുന്ന, അത് എടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ടായിരുന്നു. ഓവറോൾ വേർഡിക്റ്റ് എന്ന് പറയുമ്പം അശ്വന്ത് മാരിമുത്തിൻ്റെ ഓ മൈ കടവുളെ, അതുപോലെ പ്രദീപ് രംഗനാഥിൻ്റെ ലവ് ടുഡേ, ഈ 2 പടങ്ങളുടെ ആ ലെവലിലൊന്നും എക്സ്പെക്ട് ചെയ്യരുത്. പക്ഷേ മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ചിരിക്കും, നിങ്ങൾ എൻ്റർടൈൻ ചെയ്യും, ഞാൻ ഗ്യാരണ്ടി 100% മൂത്തൂട്ടോ. എന്തരാ വരട്ടെ.